അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരവസരത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി മഹ്ദിയായ ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹാന്റെ അടുക്കൽ പോവുകയാണ്. അവിടത്തേക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ മുത്തുനബി രോഗം കാണാൻ പോവുകയാണ്. അങ്ങനെ പോയപ്പോൾ മുത്തുനബി പറഞ്ഞു, മാലക്കി യാ ഉമ്മു സായിബ്, എങ്ങനെയുണ്ട്, രോഗത്തിൻ്റെ വിശേഷണങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് മുത്തുനബി സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹ പറയാണ്, അൽ ഹുമ്മ ലാ ബാറക്കല്ലാഹു ഫീഹ, വല്ലാത്ത പനിയാനും നബിയെ, വല്ലാത്ത രോഗമാണ് നബിയെ, ഇതിലെനിക്ക് ബർക്കത്ത് ചെയ്തിട്ടില്ല. അവിടുത്തെ ആ വേജാറുകൾ സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഒരു രോഗത്തിനൊരു മോശമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തസുബ്ബുൽ ഹുമ്മ, ഓ നിങ്ങൾ പനിയെ ചീത്ത പറയരുതേ, ഫഇന്നഹാ തുദ്ഹിബുൽ ഖതായ ബനി ആദമ, ഒരാൾക്കൊരു രോഗം അല്ലാഹു നൽകിയാൽ, ഒരു പനി അല്ലാഹു നൽകിയാൽ അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളെല്ലാം അത് കാരണത്താൽ അല്ലാഹു പൊറുക്കപ്പെടുകയാണ് എന്ന് ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹയെ പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് പഠിപ്പിച്ചത് കേവലം ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹയെ മാത്രമല്ല, മുഅ്മിനീങ്ങളായ അവിടുത്തെ ഉമ്മത്തീങ്ങളായ നമ്മളെല്ലാവരും മുത്തുനബി അതിലൂടെ പഠിപ്പിക്കുകയാണ്. ഒരു കഷ്ടപ്പാട്, ഒരു ചെറിയൊരു മുസീബത്ത്, ഒരു പണി വരുമ്പോഴേക്ക്, ഒരു രോഗം വരുമ്പോഴേക്ക് അല്ലാഹുവിനെ ചീത്ത പറയാനോ അല്ലാഹുവിനെ നിസാരപ്പെടുത്താനോ നിങ്ങൾ നിൽക്കരുത്. അത് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരീക്ഷണ മാത്രമാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ, സ്വബറുണ്ടെങ്കിൽ അല്ലാഹു ആ കാരണത്താൽ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു പൊറുക്കപ്പെടുകയാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു മുഅ്മിൻ എന്തൊരു ഭാഗ്യമാണ്! അതേ, അവൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും നീയത്ത് ശരിയുണ്ടെങ്കിൽ, നല്ല ഈമാനുണ്ടെങ്കിൽ, നല്ല സ്വബറുണ്ടെങ്കിൽ, മുത്തുനബി പഠിപ്പിച്ചതുപോലെ ഈ രീതിയിൽ സ്വബർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അല്ലാഹു പ്രതിഫലം നൽകുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ കാണണം. കേവലം ആരോഗ്യം ഉള്ള സമയത്ത് മാത്രമല്ല, ആരോഗ്യം ഇല്ലാത്ത സമയത്ത്, മുസീബത്തുകൾ വരുന്ന സമയത്ത്, കഷ്ടപ്പാടുകൾ വരുന്ന സമയത്തും നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത എന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.